ഹലോ, ദിസ് ഇസ് വിജിത അനീഷ്, എൻക്ലക്സ് ആർ എൻ ട്രെയിനർ അറ്റ് അത്തീന കോച്ചിങ് സെന്റർ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് തൈറോടോക്സിക്കോസിസ് ഓർ തൈറോയിഡ് സ്റ്റോം. എൻക്ലക്സ് ആർ എൻ എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് തൈറോയിഡ് സ്റ്റോം. ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണ് തൈറോടോക്സിക്കോസിസ്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തൈറോടോക്സിക്കോസിസിൽ അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റോമില് പേഷ്യന്റിന്റെ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ലൈഫ് ത്രെട്ടൻഡ് ആയിട്ട് മൂവ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കണ്ടീഷനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അവയർനെസ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, പേഷ്യന്റിന്റെ സിറ്റുവേഷൻ പെട്ടെന്ന് വേഴ്സൻഡ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, സോ ബീങ് എ രജിസ്റ്റേർഡ് നഴ്സ്, യു ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ടു അനലൈസ് ആൻഡ് ആന്റിസിപ്പേറ്റ് ദീസ് കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻസ്. ഓക്കെ, സോ ഒരുപാട് ഇൻട്രൊഡക്ഷൻ തരാതെ ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കയറുവാണ്. തൈറോടോക്സിക്കോസിസ് ഓർ തൈറോയിഡ് സ്റ്റോം, ഇറ്റ് ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. എല്ലാവർക്കും അറിയാം, ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഹൈപ്പർ ആയിട്ട് സെക്രീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ T3 T4ന്റെ അളവ് നോർമൽ അളവിനേക്കാളും കൂടുതലാവുമ്പം മെറ്റബോളിക് റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം ഓർ ഇറ്റ് ഈസ് ഗ്രേവ്സ് ഡിസീസ്, അല്ലെ? അപ്പം ഹൈപ്പർ തൈറോയിഡിസത്തില് T3യുടെ അളവ് T3 അല്ലെങ്കിൽ T4, ബേസിക്കലി T4ന്റെ അളവ് കൂടുകയും T3 അതിന് ബാലൻസിങ് സിസ്റ്റം ഇംബാലൻസ്ഡ് ആയി പോവുകയും ചെയ്യുമ്പോൾ T4 എക്സസീവ് ആവുന്നു. അങ്ങനെ ഹൈപ്പർ മെറ്റബോളിക് സ്റ്റേറ്റിലേക്ക് പോകുന്നു. പേഷ്യന്റിന്റെ ബോഡിയുടെ ടെമ്പറേച്ചർ എലിവേറ്റഡ് ആവുന്നു. കാരണം മെറ്റബോളിസം ഇൻക്രീസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബോഡിയിൽ മെറ്റബോളിസം കൂടുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ടാവുന്നു. പേഷ്യന്റിന്റെ എൻറ്റയർ ബോഡിയും ഹൈപ്പർ മെറ്റബോളിസം ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിന് അരിത്മിയാസ് ഉണ്ടാവുന്നു, പാൽപിറ്റേഷൻ ഉണ്ടാവുന്നു, BP ഇൻക്രീസ്ഡ് ആവുന്നു, എൻറ്റയർ ബോഡിലി ഫങ്ഷൻ എലിവേറ്റഡ് ആവുന്നു, വെയിറ്റ് റെഡ്യൂസ്ഡ് ആവുന്നു. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കാണുന്ന സൈൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു പേഷ്യന്റിന് ഈ മെറ്റബോളിക് സ്റ്റേറ്റ് എക്സ്ട്രീം ആയിട്ട് കൂടുകയും ഹോർമോണിന്റെ പ്രൊഡക്ഷൻ എക്സ്ട്രീം ഹയസ്റ്റ് പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പം പേഷ്യന്റിന്റെ എൻറ്റയർ സിറ്റുവേഷൻ ഒരു ലൈഫ് ത്രെട്ടൻഡ് സിറ്റുവേഷൻസിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് തൈറോയിഡ് സ്റ്റോം എന്ന് പറയുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇത് ലൈഫ് ത്രെട്ടൻഡ് സിറ്റുവേഷനിലേക്ക് എത്തുന്നത്? ബിക്കോസ് ഹൈപ്പർ മെറ്റബോളിക് സ്റ്റേറ്റ് വരുമ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻറ്റയർ ഫങ്ഷൻ ഓഫ് അവർ ബോഡി വിൽ ഇൻക്രീസ്. ദാറ്റ് കോസസ് അരിത്മിയാസ്, ഡിസരിത്മിയാസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നതിന് ഹീറ്റ് ഇൻടോളറൻസ് ഉണ്ടാവാം. സോ ലെറ്റ് മീ റീഡ് ദിസ്. ദിസ് ഇസ് എ ലൈഫ് ത്രെട്ടൻഡ് കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ increased in thyroid hormone level which results into hypermetabolic state. So ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ, ഹൈപ്പർ മെറ്റബോളിക് സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് വാട്ട് വുഡ് ബി ദ റീസൺ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? ഒന്ന്, എക്സാസർബേഷൻ ഓഫ് ഹൈപ്പോതൈറോയിഡിസം. ദാറ്റ് മീൻസ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു പേഷ്യന്റിന് അത് കുറച്ചും കൂടെ വേഴ്സൻഡ് സിറ്റുവേഷൻസിലേക്ക് പോയാൽ അത് എന്തിലേക്ക് ലീഡ് ആവും? തൈറോയിഡ് സ്റ്റോമിലേക്ക് ലീഡ് ആവും. ആൻഡ് ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഡിസോർഡർ. ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഡിസോർഡർ, ഓൾറെഡി തൈറോയിഡ് ഡിസോർഡർ ഉണ്ട്, അത് എക്സ്ട്രീം ആയിട്ട് ഓവർ ആക്റ്റീവായി. ഹോർമോൺ ഇൻടേക്കിൽ ഉണ്ടാവുന്ന വ്യത്യാസം, എക്സസീവ് ആയിട്ട് പേഷ്യന്റ് ഹോർമോൺ മെഡിസിൻ എടുത്താൽ. പിന്നെ വരുന്ന ഒരു പ്രശ്നം ഇതാണ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ തൈറോയിഡെക്ടമി. ഓക്കെ, അപ്പൊ കോസസ് നോക്കണേ. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4. ഓക്കെ, ഇവിടെ ഈ നമ്പർ 1, 2, 3 ദാറ്റ് ഈസ് ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബട്ട് ഇവിടെ നമ്പർ 4ൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ തൈറോയിഡെക്ടമി. ഇത് നോർമലി എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു കാര്യമാണ്. തൈറോയിഡെക്ടമി കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺ കുറയുമല്ലേ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി യെസ്, തൈറോയിഡെക്ടമി കഴിയുമ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കുറയും. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ തൈറോയിഡെക്ടമി നമ്മളുടെ ബോഡിയിൽ വരുന്ന ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആയിട്ട് തൈറോയ്ഡ് ഹോർമോൺ കുറച്ച് ദിവസത്തേക്ക് എക്സസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് കൂടുതലായിട്ട് നിൽക്കും.
ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ തൈറോയിഡക്ടമി എന്ത് വരാൻ ചാൻസ് ഉണ്ട്? തൈറോടോക്സിക്കോസിസ് അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റോം വരാൻ ചാൻസ് ഉണ്ട്. സി, തൈറോയിഡക്ടമി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കഥയല്ല ഞാൻ പറയുന്നത്, തൈറോയിഡക്ടമി കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ തൈറോയ്ഡ് ഹോർമോൺ കൂടുതൽ കഴിച്ചാലും തൈറോയ്ഡ് ഡിസോർഡർ ഭയങ്കരമായിട്ട് വേഴ്സൻഡ് ആവുന്നതിന് വേണ്ടിയുള്ള കാരണം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യന്റ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പോയി, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ചിലപ്പം ഇങ്ങനെയുള്ള തൈറോയ്ഡ് സ്റ്റോം കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയിഡക്ടമി കഴിഞ്ഞിട്ടുള്ള എല്ലാ പേഷ്യൻസിനും നമ്മൾ നിർബന്ധമായിട്ടും തൈറോയ്ഡ് സ്റ്റോമിന്റെ സിംറ്റംസ് അസസ് ചെയ്യണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൈറോയ്ഡ് സ്റ്റോമിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ഫീവർ, ആങ്സൈറ്റി, ടെക്കികാർഡിയ. So immediately after thyroidectomy, we should assess for these three: fever, anxiety, tachycardia. So tachycardia will be usually assessed through like vital signs. So thyroidectomy കഴിഞ്ഞ പേഷ്യൻസിന് ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യേണ്ടത് എന്താ? വൈറ്റൽ സൈൻസ് അസസ് ചെയ്യണം. അത് ബ്ലീഡിങ് അസസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ തൈറോയ്ഡ് സ്റ്റോം ഉണ്ടോന്ന് അസസ് ചെയ്താലും ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, so after the surgery, thyroid hormones level remains elevated for several days. ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഹോർമോൺ ലെവല് പിന്നെ ഇങ്ങനെ എക്സ്ട്രീം ആയിട്ട് കൂടുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ആ പേഷ്യന്റ് ഏതിലേക്ക് മൂവ് ചെയ്യുന്നു? തൈറോടോക്സിക്കോസിസിലേക്ക് മൂവ് ചെയ്യുന്നു, വിച്ച് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈപ്പോതേർമിയ, മാലിഗ്നന്റ് ഹൈപ്പർടെൻഷൻ ആൻഡ് വെൻട്രിക്കുലർ ടെക്കികാർഡിയ. ഓക്കെ, ഇതാണ് ഈ പേഷ്യന്റിന് ഒരു ലൈഫ് ത്രെട്ടൻഡ് സിറ്റുവേഷൻസിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പം ഒന്ന് ഫ്രീക്വന്റ്ലി വി നീഡ് ടു അസസ് ദാറ്റ്. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഓൾ ആർ ദ സിറ്റുവേഷൻസ് വെയർ ദ പേഷ്യന്റ് വിൽ ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തൈറോയിഡക്ടമി കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റ് ആവട്ടെ, ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യന്റ് ആവട്ടെ, പേഷ്യന്റിന് തൈറോടോക്സിക്കോസിസ് വരുന്നുണ്ടോ എന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒബ്സർവ് ചെയ്ത് അതിന്റെ സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എടുക്കുക. അൺഫോർച്ചുനേറ്റ്ലി പേഷ്യന്റ് തൈറോടോക്സിക്കോസിസ് ആയിട്ടാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദ പേഷ്യന്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു ICU. ഓക്കെ, അവിടെ ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ആന്റി തൈറോയിഡ് മെഡിക്കേഷൻസ് എങ്ങനെ കൊടുക്കും? IV ആയിട്ട് കൊടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ പേഷ്യന്റിന് ഹൈപ്പോതേർമിയ ഉണ്ട്. ഓക്കെ, എക്സ്ട്രീം ഹൈപ്പോതേർമിയ ആണ്. സോ ഹൈപ്പോതേർമിയ കുറയ്ക്കാനായിട്ട് നമ്മൾ IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യും. IV ഫ്ലൂയിഡ്സ് കൂൾ ചിൽഡ് ആയിട്ടുള്ള IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക, മെറ്റബോളിക് റേറ്റ് പേഷ്യന്റിന്റെ ബോഡിയിൽ കുറയ്ക്കുക. ഇഫ് പേഷ്യന്റ് ഹാസ് സ്ട്രെസ് നീഡ് ടു ബി റെഡ്യൂസ്ഡ്. ഓക്കെ, കീപ് ദ പേഷ്യന്റ് കാം. ഓക്കെ, ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് ഈ എൻറ്റയർ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് തൈറോയ്ഡ് സ്റ്റോം, എന്താണ് തൈറോടോക്സിക്കോസിസ്, എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അതിന്റെ ബേസിക് റീസൺ ഇതാണ്. ഇവിടെ ഈ തൈറോടോക്സിക്കോസിസ് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യന്റിന്റെ സിറ്റുവേഷന് നമ്മളൊരു ഡേഞ്ചറിലേക്ക്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സിറ്റുവേഷൻ, thyrotoxicosis itself is putting the patient in a danger situation. So we should anticipate that. We should understand that what all are the situations where the patient will get these kind of problems, and we need to take measures to avoid those kind of problems. Okay, so thank you for watching. God bless you all. പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മളുടെ നോർമൽ ലൈവ് ക്ലാസ്സുകളിൽ ഈ എൻറ്റയർ കണ്ടന്റ്സും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കോൾ us. താങ്ക് യു.